ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ ഫിഷിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫിഷിനെയാണ് ഞാൻ വളർത്തുന്നത്, അതിനൊക്കെ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫിഷുകളുടെ വീഡിയോ കാണാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ഫുഡ് കൊടുക്കുന്നത് ഈ അക്വേറിയത്തിലാണ്. ഒരു 3 അടിയുടെ ഒരു അക്വേറിയാണ്. ഇതിനകത്തുള്ളത് ഗോൾഡ് ഫിഷ്, 2 SK ഗോൾഡും 3 ചെറിയ ഗോൾഡ് ഫിഷുമാണുള്ളത്. അതിൽ ഞാൻ കൊടുക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫിഷ് ഫുഡാണ്. കളർ ഫുഡ്, 2 കളറിലുള്ള ഫിഷ് ഫുഡാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 1 വർഷം. ഇതുവരെയും മുഴുവനായിട്ട് വെള്ളം മാറ്റേണ്ട ആവശ്യം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഒരു 1/4 ഭാഗം വെള്ളം മാറ്റിയിട്ട് ബാക്കി വെള്ളം നിറയ്ക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വാട്ടർ ചേഞ്ച് നടത്തുന്നത്. 1 വർഷമായിട്ട് ഇതുവരെയും മുഴുവനായിട്ട് വെള്ളം മാറ്റിയിട്ടില്ല. അത് ഉപയോഗിക്കുന്നത് ഫിൽറ്ററാണ്. ഈ ഒരു ഫിൽറ്ററാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 15 വാട്ടിൻ്റെ ഫിൽറ്റർ. ഏതാണ്ട് 270 രൂപയാണ് ഈ ഫിൽറ്ററിൻ്റെ വില. റൗണ്ട് ഷേപ്പിലുള്ള. നേരത്തെ ഈ ഫിൽറ്ററിൽ ഒരു ചതുരത്തിലുള്ള ഷേപ്പിലുള്ള ഒരു ഫിൽറ്ററായിരുന്നു. അത് കേടായപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയത്. ഗോൾഡ് ഫിഷിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാങ്കിൻ്റെ ടീൻ എടുക്കും. ഇതിനകത്ത് എന്താണ്, ഇത് ഏത് ഫിഷിനാണ് കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള തിലാപ്പിയ കുളം. 10 അടി നീളവും 6 അടി വീതിയും 4 അടി താഴ്ചയുമുള്ള ഈ കുളത്തിലാണ് ഞാൻ തിലാപ്പിയ വളർത്തുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 5 മാസമാകാൻ പോകുന്നു. 5 മാസം വളർച്ചയായി. അതിനാണ് നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നത്. തീറ്റ കാണിച്ചടാ. ഇതാണ് 4 mm പെല്ലറ്റ് തീറ്റയാണ് നമ്മൾ തിലാപ്പിയയ്ക്ക് കൊടുക്കുന്നത്. കൊടുത്ത് കാണിച്ചു തരാം. ദൂരെ നിർത്തട്ടോ. ഇതിപ്പോൾ വെള്ളം പച്ച നിറമായതുകൊണ്ട് മീനിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ കാണാവുന്നത് മീനിങ്ങനെ ഒന്ന് വെട്ടുന്നത് തിന്നുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മാസത്തോടെ കഴിഞ്ഞ് നമ്മൾ മീനെ പിടിക്കും. അപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ മീനെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മീനിനെ കാണാം. ഇതാണ് 3ാമത്തെ തീറ്റ. ഇത് കുപ്പി കണ്ടാൽ പരിചയമുള്ളവർക്കറിയാം, ഇത് ഗപ്പി ബീച്ചിൻ്റെ കുപ്പിയാണ്. പക്ഷേ ഇതിനകത്ത് ഗപ്പി ബീച്ചല്ല ഉള്ളത്, സാധാരണ തീറ്റ പൊടിച്ചതാണ്. ഞാൻ നേരത്തെ ഗപ്പി ബീച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം ഗപ്പി ബീച്ച് ഇപ്പോൾ എവിടെയും കടയിലൊന്നും കിട്ടാനില്ല. അപ്പോൾ സാധാരണ തീറ്റ പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഗപ്പി കുളത്തിൻ്റെ വീഡിയോ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാകും. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിലേക്കാണ് നമ്മൾ പിന്നെ 3ാമതായിട്ട് ഫുഡ് കൊടുക്കുന്നത് ഈ ഗപ്പിക്കാണ്. ഇത് സാധാ മിക്സഡ് ഗപ്പി ആയതുകൊണ്ടാണ് ഇത്ര ക്വാളിറ്റി കുറഞ്ഞ സാധാ തീറ്റ പൊടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ നല്ല ഹൈബ്രിഡ് ഗപ്പികളെ വളർത്തുന്നവരാണെങ്കിൽ നല്ല ഫുഡ് തന്നെ, പ്രീമിയം ഫുഡോ അല്ലെങ്കിൽ ആർട്ടീമിയോ മൊയിനയോ നിങ്ങൾ കൊടുക്കണം. ഇത് സാധാരണ മിക്സഡ് ഗപ്പി ആയതുകൊണ്ടാണ് ഈ ഫുഡ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് വളർന്ന് ഗപ്പികൾ അധികമായി ഇപ്പോൾ ചെറിയ ബക്കറ്റിലും പാത്രങ്ങളിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെയും നമുക്ക് തീറ്റ കൊടുക്കാനുണ്ട്. ഈ പാത്രം നിങ്ങൾക്ക് പരിചയമിടാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചാണ്. അന്ന് ഇത് നിറച്ച ആമ്പലായിരുന്നു. പക്ഷേ ആമ്പൽ എന്താണെന്നറിയില്ല, ആമ്പലാകെ ചീഞ്ഞു പോയി. ഇപ്പോൾ ഗപ്പിയുണ്ട് ഇതിനകത്ത്, ഗപ്പിക്ക് തീറ്റ കൊടുക്കണം. ആമ്പൽ വീണ്ടും പുതിയ ഇല വരുന്നുണ്ട്, വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഗപ്പി വളർത്താൻ വേണ്ടി സ്യൂട്ട് കേസിൽ ചെയ്ത ചെറിയ പോണ്ടാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുൻപ്. അതിനകത്താണ് അവസാനമായിട്ട് തീറ്റ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത്തരം മീനുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരുപാട് മീനുകൾ വേറെ ഉണ്ടായിരുന്നു, ഒരുപാട് ബെറ്റ ഫിഷൊക്കെ. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഏതാണ്ട് 10-ലധികം ബെറ്റ ഫിഷൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പുതിയ മീനുകളെയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മീനുകൾ വാങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അതേപോലെ തന്നെ ഈ മീനുകളെല്ലാം ഇപ്പോൾ എൻ്റെ അക്വേറിയങ്ങളും കുളങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ തിലാപ്പിയ കുളം തന്നെ അതിനകത്ത് pH ചെക്ക് ചെയ്യാറില്ല, അമോണി ചെക്ക് ചെയ്യാറില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണമെന്നല്ല പറയുന്നത്, അതുപോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സിമ്പിളായിട്ട് മീനുകൾ ചത്തുപോകാതെ എളുപ്പത്തിൽ വെള്ളം മാറ്റാതെയൊക്കെ എങ്ങനെ അക്വേറിയങ്ങൾ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ പുതിയ മീനുകൾ, ഞാൻ വാങ്ങുന്ന പുതിയ മീനുകളുടെ വീഡിയോ ഇതൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.